ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അശ്വതി ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ വീഡിയോ ഒരു പ്ലാൻ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പുറത്തുനിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചില സൗണ്ടൊക്കെ അണ്ണാൻ്റെ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്ലാൻ വീഡിയോ ആണ്. ഞാൻ കാണിക്കാൻ പോകുന്നത് അഗ്ലോണിമ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഈ പ്ലാന്റിന് കുറച്ച് അധികം തൈകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ചെടി കാണിച്ചു തരാം. അഗ്ലോണിമ പ്ലാന്റ് ഇവിടെ 2 ടൈപ്പ് അഗ്ലോണിമയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒന്ന് റെഡ് ലിപ്സ്റ്റിക് ആണ്, പിന്നെ വേറെ ടൈപ്പ് ഒരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രണ്ടിടത്ത് നിറയെ തൈകളുണ്ട്. ഞാൻ ഓൾറെഡി 2 മാറ്റി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ 2 ടൈപ്പ് അഗ്ലോണിമയും, അതായത് റെഡ് ലിപ്സ്റ്റിക്കും അതുപോലെ ഞാനത് ആദ്യം പറഞ്ഞ പിങ്ക് ആ കളറും ഞാൻ 2-3 ഓൾറെഡി പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞു. ബാക്കിയുള്ളത് ഞാൻ എങ്ങനെയാണ് ഫുൾ ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റി റീപോർട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെയാകുമ്പോൾ കുറേ തൈകൾ കിട്ടുകയും ചെയ്യും. നമുക്കിപ്പം ഒരു അടുപ്പിച്ച് കുറേ ചട്ടികൾ ഒരേ ടൈപ്പ് ചെടികൾ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നിങ്ങളങ്ങനെ വെച്ച് നോക്ക്. ഇപ്പോൾ അഗ്ലോണിമ ഉള്ള ആൾക്കാർ എന്തായാലും ഇതുപോലെ തൈകൾ ഈ സമയത്ത് നിറയെ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുഞ്ഞു ചട്ടികളൊക്കെ കുറച്ചാക്കി മാറ്റി വയ്ക്കാമെന്നുള്ളത്. അപ്പം അതിൻ്റെ എങ്ങനെയാണ് മാറ്റുമ്പോൾ നമുക്ക് ആ തൈകൾ പൊട്ടി പോകാണ്ടെടുക്കുന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അതുകൂടാണ്ട് പോട്ടി മിക്സ് ഉണ്ടാക്കാൻ അറിയില്ലാത്ത കുറേ പേര് ഇപ്പോഴും ഉണ്ട്. കുറേ പേരോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പോട്ടി മിക്സ് റെഡിയാക്കുന്നതെന്നുള്ളത്. ഞാൻ പണ്ടും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, എന്നാൽ പോലും സംശയമുള്ള കുറേ പേരുണ്ടായിരിക്കും. കാരണം ആദ്യമായിട്ടൊക്കെ ചെടികളൊക്കെ നട്ട് തുടങ്ങിയ ആൾക്കാർ, അധികം നടാൻ അറിയില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക കണ്ടോ. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് അഗ്ലോണിമ. ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല പിങ്കും ഗ്രീനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. യങ് ലീവ്സിൻ്റെ ഇങ്ങനെ നല്ല പിങ്ക് ഷെയ്ഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി 2 തൈ ഞാൻ മാറ്റി നട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ഇതിൽ ഒരു വലിയ തൈകളാണ് കേട്ടോ, 3 തൈ വലുതുണ്ട്. അപ്പോൾ നമുക്കിത് റീപോർട്ട് ചെയ്യാം. കണ്ടു, ഇപ്പോൾ നല്ല ബുഷായിട്ട് നിൽക്കുന്നത്. 2 തൈ മാറ്റിയിട്ട് ഒരു നല്ല ബുഷായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വേറെയും വേരുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല വേരുകളൊക്കെ വരുന്നുണ്ട്, കുഞ്ഞു തൈകളൊക്കെ പൊട്ടി വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പൊടിപ്പൊക്കെ വരുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു അഗ്ലോണിമ. അടുത്തത് ഈ റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഒരു റെഡ് ലിപ്സ്റ്റിക്കിൽ നിറയെ തൈകളുണ്ട്. ഞാൻ ഇതിലും ഓൾറെഡി 3 തൈകൾ ഓൾറെഡി മാറ്റി നട്ട് കഴിഞ്ഞു. പക്ഷേ ഇതിൽ കുറേ അധികം ഒരു 5 തൈകൾ ഇപ്പോൾ ഇതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ മാറ്റി നട്ടാൽ നല്ലോണം വേര് വരും. ഇതിൽ പുതിയ പൊടിപ്പുകളൊക്കെ കുറേ വരും. അപ്പോൾ നമുക്ക് മാറ്റി നടാം. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്ക്. കണ്ടോ, അപ്പോൾ ഇതിൽ 3 തൈ ഓൾറെഡി ഉണ്ട് കേട്ടോ. 2 തൈ നേരത്തെ പറിച്ച് മാറ്റി നട്ടായിരുന്നു. ഇപ്പോൾ 3 തൈ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ തൈ ഒന്ന് ഇളക്കി നോക്കാം. ഇത് നല്ല ചകിരിച്ചോറൊക്കെ ഇട്ട് നട്ട ഒരു ചട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇളകി പോന്നു. അധികം ഇതിൽ ഉറച്ചൊന്നും ഉണ്ടായിരുന്നില്ല മണ്ണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറിച്ചെടുക്കാൻ നല്ല ഈസി ആയിരുന്നു. ജസ്റ്റ് 4 സൈഡും തട്ടി കൊടുത്തപ്പോൾ തന്നെ അതങ്ങ് ഇളകി പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അഗ്ലോണിമയ്ക്ക് ഒക്കെ അങ്ങനത്തെ ഒരു പോട്ടി മിക്സാണ് നല്ലത്. കാരണം ചകിരിച്ചോറൊക്കെ ഇട്ടുള്ളൊരു പോട്ടി മിക്സാണ് അതിന് ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇളക്കിയെടുത്ത് കണ്ടോ, ഇങ്ങനെ അങ്ങ് ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഇതിന് തൈകൾ സെപ്പറേറ്റ് ആക്കി എടുക്കാം. കണ്ടോ, ഇതിൽ 3 തൈകളുണ്ട്. അതുകൊണ്ട് കുറച്ച് വേരുകളും നിറയെ വേര് പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് 3 തൈകൾ മാറ്റി നടാം. അപ്പം ഇതിൽ മണ്ണൊക്കെ കുറച്ചങ്ങ് പോകും ഇളക്കിയെടുക്കുമ്പോഴത്തേക്കും. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് റീപോർട്ട് ചെയ്യുമ്പോൾ എല്ലാം ശരിയായിക്കോളും. കുറച്ചൊക്കെ ചിലപ്പോൾ വേര് ഇത് ഡാമേജ് വരാം, അത് കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഒരു തൈയായിട്ട് വാങ്ങിച്ചതാണ് നേഴ്സറിയിൽ നിന്ന്. പണ്ട് ഒരു തൈയായിട്ട് വാങ്ങിച്ചാൽ ഇപ്പോൾ ഇതിന് 5 തൈകൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം നമുക്കിപ്പം ഒരു തൈയൊക്കെ വാങ്ങിക്കുമ്പോൾ അധികം റേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ട് നമുക്കിത് ഇത്രയും തൈകളൊക്കെ നമുക്ക് ഉണ്ടായി വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വില കൊടുത്തിട്ട് കുറേ അധികം ബുഷിയായിട്ടുള്ള ചെടി വാങ്ങിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തൈ പറിച്ചെടുത്ത് കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെ നമുക്ക് എല്ലാ തൈയും സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞു പോകുന്നു. കാരണം വേരൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് പറഞ്ഞു പോരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കൊരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു വേരൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഇത് നിറയെ വേര് കണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് വേറെ മാറ്റി തരാം. പിന്നെ അതുകൂടാണ്ട് കുറച്ച് വേരുകൾ മാത്രമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വേര് മാത്രം ഞാൻ വെറുതെ പിടിക്കുമെന്ന് അറിയാൻ വേണ്ടി അതും നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സ് നോക്കാം. പോട്ടി മിക്സ് പലർക്കും ഈ ഡൗട്ട് ഉണ്ടായിരുന്നു, പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത്. ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഇതിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോട്ടി മിക്സിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഗാർഡൻ സോയിലാണ്. നമ്മൾ സാധാരണ പറമ്പിലൊക്കെ കാണുന്ന മണ്ണ്, പിന്നെ ചകിരിച്ചോറ് കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഈ ഒരു അഗ്ലോണിമയ്ക്ക് ചകിരിച്ചോറ് അത്യാവശ്യമാണ് നനവ് നിലർത്താനായിട്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടി അല്ലെങ്കിൽ ആട്ടുംകാഷ്ടം ആയാലും മതി. ചാണകപ്പൊടി ഇപ്പോൾ എൻ്റെ കുറച്ചുണ്ടായാലും കുറച്ചധികം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ അത് കൂടാണ്ട് എല്ലുപൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഉള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ മണലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ ഒരു മണലൊന്നും ഇല്ലായിരുന്നു, അതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം.
പിന്നെ അതെ ഞാനിപ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് ഈ കല്ല് ഇട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വെള്ളം ഡ്രെയിനേജിന് വേണ്ടിയിട്ടാണ് കല്ലിട്ടേക്കുന്നത്. പിന്നെ ഓടിൻ്റെ കഷ്ടായിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ ഞാനിതിൽ പകുതി വരെ മണ്ണ് നിറയ്ക്കുന്നുള്ളൂ, ഫുള്ള് മണ്ണ് നിറയ്ക്കുകയല്ല ചെയ്യുന്നത്. പകുതി വരെ മണ്ണ് നിറച്ചിട്ട് ചെടി, കാരണം ഇത്രയും പൊക്കമുള്ള ചെടിയാണല്ലോ, അപ്പം പകുതി വരെ മണ്ണ് നിറച്ചിട്ട് ചെടി വച്ചിട്ട്, കാരണം അതിന് വേരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇങ്ങനെ പകുതി നിറച്ചിട്ട് പിന്നെ ചെടി വയ്ക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഒരിക്കലും നമ്മൾ ചട്ടി ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്, ഒരു 1/4 ഭാഗം ഫില്ല് ചെയ്താൽ മതി. കാരണം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതിലേക്ക് വേറെ വളങ്ങളൊക്കെ ചാണകപ്പൊടി അങ്ങനെ പലതും ചേർത്ത് കൊടുക്കാനൊക്കെ തോന്നും. അപ്പോൾ അന്നേരം നമുക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചേർത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും 1/4 ഭാഗത്തോളം ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത്, കൂടുതലും ചകിരിച്ചോറാണ് ഇതിലുള്ളത് കേട്ടോ. കാരണം ഇതിന് നനവ്, ഞാൻ പറഞ്ഞു നനവ് വേണ്ട ഒരു പ്ലാന്റ് ആണ്, നനവുള്ളതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കുറച്ചധികം ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞ പോലെ കൗഡങ്ങ് അതുപോലെ അധികം ചേർത്ത് കൊടുക്കാൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇത്രയും പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ റെഡ് ലിപ്സ്റ്റിക്ക് ഇതുപോലെ തന്നെ നട്ടുകൂട്ടോ. ഞാൻ കാണിച്ചില്ല റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ തൈകൾ പറിച്ചെടുത്ത വീഡിയോ കാണിച്ചില്ല. ഇതുപോലെ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും തൈകൾ കിട്ടി. അപ്പോൾ ഇതിങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ നമുക്ക് ബാൽക്കണിയിലോ അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തൈകൾ പെട്ടെന്ന് ഉണ്ടാവും, അഗ്ലോണിമയ്ക്ക് തൈകളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലത്താണ് കൂടുതൽ തൈകൾ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അഗ്ലോണിമ ഉള്ളവർ ഇതുപോലെ കൂടുതൽ തൈകൾ പിടിപ്പിച്ചെടുക്കാൻ നോക്കുക കേട്ടോ. ഇത് ഞാൻ വേര് മാത്രം വച്ചേക്കുന്നതാണ്, പിടിക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്കിപ്പം ഈ ഒരു ചട്ടി, ഈ റെഡ് പോട്ടിലിരിക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അത് ഞാൻ അകത്ത് വെച്ചേക്കുന്നത്. നമുക്ക് അഗ്ലോണിമ അകത്തും വയ്ക്കാം, ഇൻഡോറായിട്ടും വയ്ക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ്. ഇടയ്ക്കൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി, വെയിലൊന്ന് ഒരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടാൻ പാകത്തിന് ഇടയ്ക്കൊന്ന് പുറത്തെടുത്ത് വെച്ചാൽ മതി. അകത്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ അതിലേക്ക് കുറച്ച് ഈ ഒരു ക്ലേ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നട്ട പ്ലാന്റ് ആയതുകൊണ്ട് ഞാനത് നനച്ചു കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഇപ്പം വെയിലായതുകൊണ്ട് ഞാനിതൊന്ന് എല്ലാ ദിവസവും ഡെയിലി നനയ്ക്കുന്നുണ്ട്. നിങ്ങൾ നനവുണ്ടെങ്കിൽ ഒന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. ഈ അഗ്ലോണിമ പ്ലാന്റ് നനവ് നോക്കിയിട്ട് മാത്രം നനയ്ക്കുക. പിന്നെ വെയിലുള്ള സമയത്ത് എല്ലാ ദിവസവും നനയ്ക്കേണ്ട അത്യാവശ്യം ഞാൻ ഡെയിലി വൺസ് നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ, ഒരു നേരം നനച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്ര ഈസിയാണ് നമുക്കിതെല്ലാം തൈകളും പിടിപ്പിച്ചെടുക്കാൻ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ബാൽക്കണിയിലൊക്കെ വയ്ക്കാൻ നല്ല രസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണാൻ വിചാരിക്കുന്നത് കേട്ടോ. കണ്ടില്ല അഗ്ലോണിമയുടെ ഈ പ്ലാന്റ്സിൻ്റെ തൈകൾ പിടിപ്പിക്കുന്നത്. കാരണം ഇത്രയും തൈകളുള്ളപ്പോൾ നമുക്കത് വേറെ പോട്ടിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു പോട്ടിൽ തന്നെ ബുഷായിട്ട് നിൽക്കുന്ന നല്ല രസമാണ്. പക്ഷേ ഇനി അത് വളർന്നു വന്നോളും, കാരണം കുറേ തൈകൾ പൊട്ടി മുളയ്ക്കും ഇനിയും. അപ്പോൾ അതുകൊണ്ട് മാറ്റി നടുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് അഗ്ലോണിമ ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറേ അധികം തൈകൾ നമുക്ക് ഒരേ സമയത്ത് തന്നെ മുളപ്പിച്ചെടുക്കാം. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണണമെന്ന് വിചാരിക്കുന്നത്. യൂസ്ഫുൾ ആവുകയാണെന്നും പറയുന്നത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.